അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ 13th question. Consider 5-digit positive numbers of the form ABC, AB that are divisible by the 2-digit number AB but not divisible by 13. 13 കൊണ്ട് divisible അല്ല, പക്ഷെ ആ 2-digit number AB കൊണ്ട് divisible ആവുന്ന ABC, AB അങ്ങനത്തെ 5-digit numbers ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് എന്താണ് ചോദിച്ചത്? വാട്ട് ഈസ് ദ ലാർജസ്റ്റ് പോസിബിൾ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് സച്ച് എ നമ്പർ? അങ്ങനെയുള്ള കുറേ നമ്പേഴ്സ് ഉണ്ടാവും. ഈ നമ്പേഴ്സിൽ ലാർജസ്റ്റ് പോസിബിൾ സം ഓഫ് ഡിജിറ്റ്സ് വരുന്ന നമ്പർ ഏതാണെന്നല്ല, ആ ലാർജസ്റ്റ് പോസിബിൾ സം എത്രയാണെന്നാണ് ചോദിച്ചത്. ലാർജസ്റ്റ് പോസിബിൾ സം എപ്പോൾ വരും? ഇങ്ങനെയുള്ള നമ്പേഴ്സ് ലാർജസ്റ്റ് പോസിബിൾ സം വരുന്ന നമ്പർ ഏതാണ്? അതായത് നമ്മുടെ ആൻസർ എന്താണെന്നറിയോ? നമ്പർ ഏതാ? ഇതാണ് നമ്പർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 2 × A + B + C. ഇതിനെയാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. ഇതിന്റെ മാക്സിമം വാല്യൂ ആണ്. ഈ സം ഓഫ് ഡിജിറ്റ്സിന്റെ മാക്സിമം വാല്യൂ വരുന്ന സം ഓഫ് നമ്പർ ഒന്നുമല്ല, സം ഓഫ് ഡിജിറ്റ്സിന് മാക്സിമം വാല്യൂ വരണം. അങ്ങനെയാണെങ്കിൽ ഏത് നമ്പർ ആയിരിക്കണം? അപ്പോൾ ഈ നമ്പർ നോക്കാം. ABC AB. അതിനെ നമുക്ക് ബേസ് 10 റെപ്രസെന്റ് ചെയ്താൽ B + 10A + 10² C + 10⁻³ B + 10⁻⁴A 10A + B. ഇതവിടെ മാറ്റി വെച്ചാൽ 100C ആണത്. 10³ × 10A + B. അപ്പോൾ ആ 10A + B കോമൺ ആക്കി എടുത്താൽ വി ഹാവ് എ 1 ഹിയർ ആൻഡ് വി ഹാവ് എ 1000 ദർ പ്ലസ് 100C. ഇതാണ് AB എന്ന് പറഞ്ഞ നമ്പർ. 1001 പ്ലസ് 100C. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ രണ്ട് കേസ്. ഈ നമ്പർ എന്തുകൊണ്ട് ഡിവിസിബിൾ ആവണം? AB എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആവണം. അപ്പോൾ അതിന് 100C should be divisible by AB. 100C ഇനി AB കൊണ്ട് ഡിവിസിബിൾ ആവണം. ഓൾസോ ഈ നമ്പർ 13 കൊണ്ട് ഡിവിസിബിൾ ആവാൻ പാടില്ല. അപ്പോൾ ഈ 1001 നോക്കൂ. ഈ 1001 ഓർത്ത് വെക്കണം. ഇത് 7 × 11 × 13 ആണ്. 7 × 11 × 13 ആണ്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കാൻ പാടില്ല? C13 കൊണ്ട് ഡിവിസിബിൾ ആവാൻ പാടില്ല. അപ്പോൾ ഈ ടേം ഓൾറെഡി 13 കൊണ്ട് ഡിവിസിബിൾ ആണ്. 100C 13 കൊണ്ട് ഡിവിസിബിൾ ആവാൻ പാടില്ല. അതിപ്പോൾ 100Cന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100Cന്റെ വാല്യൂസ് എന്തൊക്കെ? വാട്ട് ആർ ദ പോസിബിൾ വാല്യൂസ് ഓഫ് 100C? അതിനർത്ഥം എന്താവാൻ പാടില്ല? C0 ആവാൻ പാടില്ല. കാരണം C0 ആയി കഴിഞ്ഞാൽ അത് ഓൾറെഡി ഡിവിസിബിൾ ആയല്ലോ. അപ്പോൾ C0 അല്ല. 100Cന്റെ പോസിബിൾ വാല്യൂസ് എന്തൊക്കെ? 100, 200, 300 അപ് ടു 900 അല്ലേ? ഇതൊക്കെയാണ് പോസിബിൾ വാല്യൂസ്. അതിലൊന്നും ഇപ്പൊ എന്താവാൻ പോകുന്നില്ല. 13ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. 100 13ന്റെ മൾട്ടിപ്പിൾ അല്ല, 200 13ന്റെ മൾട്ടിപ്പിൾ അല്ല, 900 13ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ആ 13ന്റെ മൾട്ടിപ്പിളിന്റെ കാര്യം എന്തിനാ പറഞ്ഞത്? C0 ആവാതിരിക്കാൻ. അപ്പൊ Cക്ക് വേറെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ 13ന്റെ കാര്യം ഇനി കഴിഞ്ഞു. ഇനി ഇതാണ് നോക്കേണ്ടത്. 100C AB എന്ന് പറഞ്ഞ 2-digit നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആവണം. ഇപ്പോ 100 അങ്ങനെ ഡിവിസിബിൾ ആവണം. ഓൾസോ എന്താവണം? എന്നിട്ട് നമുക്ക് ഇത് മാക്സിമൈസ് ചെയ്യണം. അപ്പൊ A + Bന്റെ മാക്സിമം വാല്യൂ എടുക്കണം. 100Cക്ക് നിങ്ങൾക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും നോക്കാം. 100C ക്യാൻ ബി 100, 200, 300, 900. എന്നിട്ട് നമുക്ക് ഇതിനെ മൊത്തത്തിൽ മാക്സിമൈസ് ചെയ്യണം. അപ്പൊ അതിനെ മൊത്തത്തിൽ മാക്സിമൈസ് ചെയ്യുമ്പോൾ Cക്ക് മാക്സിമം വാല്യൂ എടുക്കുക. അപ്പൊ Cന്റെ മാക്സിമം വാല്യൂ തന്നെ ആയിക്കോട്ടെ. Cന്റെ മാക്സിമം വാല്യൂ വരുന്നത് ഇതിലാണ്, 900. അപ്പൊ C = 9 ആണ്. അപ്പൊ 900 എടുത്തു എന്ന് വിചാരിക്കുക. C = 9. അപ്പോ ഇത് 900 ആയി. ഇനി 900 ഷുഡ് ഡിവൈഡ് AB. 900നെ AB എന്ന് പറഞ്ഞ ഒരു 2-digit നമ്പർ ഡിവൈഡ് ചെയ്യണം. അപ്പൊ 900ന്റെ 2-digit ഫാക്ടേഴ്സ് നോക്കുക. 900 2-digit ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 10 ഉണ്ട്, 15 ഉണ്ടാവും, 15 ഉണ്ട്, 20 ഉണ്ട്. അങ്ങനെ നമ്പേഴ്സ് ഒക്കെ പോയി 90 ആണ് അവസാനം. 90ന്റെ മുന്നേ ഏതുണ്ട്? 75 ഉണ്ടെന്ന് തോന്നുന്നു. 375 ഉണ്ട്. അപ്പോ ഇതൊക്കെയാണ് ABയുടെ പോസിബിൾ വാല്യൂസ്. AB ക്യാൻ ബി 10, 15, 20 അങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ ആവാം. 16 ആവാം. 16 ആവാൻ വരും, 90 അല്ലല്ല. ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ ആവാം. അപ്പൊ ABക്ക് ഇതൊക്കെയാണ് പോസിബിൾ വാല്യൂസ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ Cന്റെ വാല്യൂ നമ്മൾ 9 ആക്കി ഫിക്സ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിനെ മാക്സിമൈസ് ചെയ്യണം. 2 × A + B + C അതിനെ മാക്സിമൈസ് ചെയ്യണം. C 9 ആയി. ഇനി A + Bനെ മാക്സിമൈസ് ചെയ്യണം. C 9 ആയി. A + B ഈ പറഞ്ഞ കൂട്ടത്തിൽ എവിടെയാ മാക്സിമം വരുന്നത്?
എ പ്ലസ് ബി ഈ പറഞ്ഞ കൂട്ടത്തിൽ മാക്സിമം വരുന്നത് 75-ലാണ്. 90-ക്കാണ് മാക്സിമം വരേണ്ടത്, 75-ലാണ്. ഇതിന്റെ മുന്നേ 60 ഉണ്ട്, അതിലൊന്നും 75-ലാണ് ഏറ്റവും മാക്സിമം വരുന്നത്. അപ്പോൾ എ ബിയുടെ വാല്യൂ എന്താവണം? 75 ആവണം. ഈ പറഞ്ഞ നമ്പർ ഏതാവണം? അപ്പോൾ നമ്മൾ കുറേ നമ്പേഴ്സ് കൺസിഡർ ചെയ്യും. ഇതിൽ എങ്ങനെ വേണമെങ്കിലും നമ്പേഴ്സ് കൺസിഡർ ചെയ്യും. നമ്മൾ എല്ലാ നമ്പേഴ്സും ഒന്നും കൺസിഡർ ചെയ്യാൻ പോയിട്ടില്ല. ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ മാക്സിമം നമ്പർ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോയത്. ഇനി അതായത് പോസിബിൾ സമ്മ് മാക്സിമം ആവുന്ന നമ്പർ, അതല്ല ഈ കൂട്ടത്തിലെ മാക്സിമം നമ്പർ, സമ്മ് മാക്സിമം ആവുന്ന നമ്പറാണ് നമ്മൾ നോക്കാൻ പോയത്. ആ നമ്പർ ഇതായിരിക്കും. 75 അല്ലേ? 75 9 75. ഈ നമ്പറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ നമ്പർ 75 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഈ നമ്പർ 75 കൊണ്ട് ഡിവിസിബിൾ ആണ്, 13 കൊണ്ട് ഡിവിസിബിൾ അല്ല. ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും 13 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഈ സമ്മിനാണ് ഇങ്ങനത്തെ നമ്പേഴ്സിൽ ഏറ്റവും മാക്സിമം ഡിജിറ്റ് സമ്മ് വരുന്നത്. അപ്പൊ ആ ഡിജിറ്റ് സം മാക്സിമം എത്രയാണ്? 2 × 14 + 19. 2 × 14 + 19 14 അല്ല, 12 + 19 33. 33 ആണ് നമ്മുടെ ആൻസർ. 33 ആണ് ആൻസർ. ലാർജസ്റ്റ് പോസിബിൾ സം ഓഫ് സച്ച് എ നമ്പർ ഇസ് 33.